പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. നമ്മുടെ കേരള ചരിത്രത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ്. നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എതിർ മെമ്മോറിയൽ വരെയായിരുന്നു നിർത്തിയിരുന്നത്. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് വില്ലുവണ്ടി സമരത്തിലാണ്. നമ്മൾ തുടങ്ങുന്നത് വില്ലുവണ്ടി സമരം 1893 നടന്ന വില്ലുവണ്ടി സമരമാണ് നമ്മൾ പറയുന്നത്. നാടുവാഴ്ത്തത്തിനെതിരെയും സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനുമായി 1893 അയ്യങ്കാളി നടത്തിയ സമരമായിരുന്നു വില്ലുവണ്ടി സമരം എന്ന് അറിയപ്പെടുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ് വില്ലുവണ്ടി സമരം എന്ന് അറിയപ്പെടുന്നത്. നടന്ന വർഷം 1893 ആരാണ് നേതൃത്വം കൊടുത്തത്? മഹാത്മാ അയ്യങ്കാളിയാണ് നേതൃത്വം കൊടുത്തത്. ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ ആ കാലഘട്ടത്തിൽ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതിനെതിരെ അയ്യങ്കാളി വെങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അതിനെതിരെ പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. ഈ ഒരു സമരം നമ്മൾ അറിയപ്പെടുന്ന പേരാണ് വില്ലുവണ്ടി സമരം എന്നാണ് അറിയപ്പെടുന്നത്. നടന്ന വർഷം 1893 1893 വില്ലുവണ്ടി സമരം നടക്കുന്നത്. അടുത്ത പ്രക്ഷോഭം ഏതാണ്? പുലയ ലഹള എന്നറിയപ്പെടുന്നു. പുലയ ലഹള 1915 വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് നടന്ന ലഹളയാണ് പുലയ ലഹള. ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന 1915 നടന്ന സമരമാണ് പുലയ ലഹള എന്ന് അറിയപ്പെടുന്നത്. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കാനുള്ള അയ്യങ്കാളിയുടെ ശ്രമം അധികാരികൾ തടഞ്ഞതാണ് പുലയ ലഹളയ്ക്ക് കാരണം. എന്താണ്? പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കാനുള്ള അയ്യങ്കാളിയുടെ ശ്രമം അധികാരികൾ തടഞ്ഞതാണ് ഊരൂട്ടമ്പലം ലഹള എന്ന ലഹളയ്ക്ക് കാരണമായിട്ട് പറയുന്നത്. ഇത് നടന്നത് കൊല്ലവർഷം 1900 ആയതുകൊണ്ട് ഇത് നടന്നതുകൊണ്ട് ഈ ലഹളയെ മറ്റൊരു പേരിൽ നമ്മൾ വിളിക്കാറുണ്ട്. എന്ത് ലഹള എന്നും പറയാറുണ്ട്? 90-ാം ആണ്ട് ലഹള എന്നും പറയാറുണ്ട്. എന്താണ്? 90-ാം ആണ്ട് ലഹള എന്നും പറയാറുണ്ട്. തിരുവനന്തപുരത്തെ ബാലരാമപുരത്തിനടുത്തുള്ള ഊരൂട്ടമ്പലത്തിൽ വെച്ച് നടന്നതിനാൽ ഈ ലഹള മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടാറുണ്ട്. ഏതാണ്? ഊരൂട്ടമ്പലം ലഹള എന്നുകൂടി അറിയപ്പെടാറുണ്ട്. ഊരൂട്ടമ്പലം ലഹള എന്നറിയപ്പെടുന്നതും 90-ാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നതും പിന്നെ പുലയ ലഹള എന്നറിയപ്പെടുന്നതും 1915 നടന്ന അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ലഹളയാണ് പുലയ ലഹള 1915. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അടുത്തത് ഏതാണ്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ തന്നെ നടന്നതാണ്. 1915 നടന്നതാണ്. ഏതാണ് സമരം? കല്ലുമാല സമരം എന്ന് അറിയപ്പെടുന്നു. ഏതാണ്? കല്ലുമാല സമരം എന്ന് അറിയപ്പെടുന്നു. ഉന്നത സമുദായത്തിലെ സ്ത്രീകളെ പോലെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കുവാനുള്ള അവകാശം നേടുന്നതിന് വേണ്ടി പുലയ സമുദായത്തിലെ ജനങ്ങൾ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ 1915 ഒക്ടോബർ 24 നടത്തിയ പ്രക്ഷോഭമായിരുന്നു കല്ലുമാല സമരം എന്ന് അറിയപ്പെടുന്നത്. 1915 ഒക്ടോബർ 24 നടത്തിയ പ്രക്ഷോഭമായിരുന്നു കല്ലുമാല സമരം എന്ന് അറിയപ്പെടുന്നത്. അല്ലെ? ഇതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ ജാതിക്കാർ അണിയുന്നത് പോലെ തന്നെ ആഭരണങ്ങൾ അണിയുവാനുമുള്ള അവകാശം താഴ്ന്ന ജാതിക്കാർ നേടിയെടുക്കുകയും ചെയ്തു. അല്ലെ? ഇത് പിന്നീട് നായർ പുലയ സമുദായങ്ങൾ തമ്മിലുള്ള സാമുദായിക കലാപത്തിലേക്ക് വഴിമാറി. നായർ പുലയ സമുദായങ്ങൾ തമ്മിലുള്ള സാമുദായിക കലാപങ്ങൾക്ക് വഴിമാറുകയാണ് ചെയ്തത്. അല്ലെ? കൊല്ലത്തിനടുത്തുള്ള പെരുന്നാടായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട സമരകേന്ദ്രം. അതുകൊണ്ട് പെരുന്നാട് ലഹള എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? കല്ലുമാല സമരമാണ്. പെരുന്നാട് ലഹള എന്നറിയപ്പെടുന്നതും കല്ലുമാല സമരമാണ്. എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലെ പെരുന്നാട്ടിലാണ് നടന്നത്. അല്ലെ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആഭരണങ്ങൾ ധരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അല്ലെ? അതായത് പുലയരുൾപ്പെടെയുള്ള താഴ്ന്ന ജാതിയിൽ ഉൾപ്പെട്ടവർ സ്ത്രീകള് കാതിലും കഴുത്തിലും എന്താണ്? ജാതിയുടെ അടയാളമായിട്ട് കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത്. എന്നാൽ അവർക്ക് എന്താണ്? ആഭരണങ്ങൾ മറ്റു ജാതിയിൽ ഉയർന്ന ജാതിയിൽ ഉള്ളവർ എന്താണ് ഇടുന്നത് പോലെയുള്ള ആഭരണങ്ങൾ ഇടുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ പ്രക്ഷോഭമാണ് കല്ലുമാല സമരം എന്നറിയപ്പെടുന്നത്. ആരുടെ നേതൃത്വത്തിലാണ് നടന്നത് എന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നതാണ് 1915 പെരുന്നാട് ലഹള എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് എന്താണ്? തളിക്ഷേത്ര പ്രക്ഷോഭമാണ് 1917. തളിക്ഷേത്ര പ്രക്ഷോഭം 1917
1917. അയിത്തത്തിനെതിരെയാണ് 1917 കേരളത്തിൽ ആദ്യമായി നടന്ന ഒരു ജനകീയ പ്രക്ഷോഭമായിരുന്നു തളിക്ഷേത്ര പ്രക്ഷോഭം. തളിക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലെ തളിക്ഷേത്രത്തിലേക്കുള്ള എല്ലാ റോഡുകളും എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു തളിക്ഷേത്ര പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത്. അതിന് നേതാക്കൾ എന്നറിയപ്പെടുന്നത് KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ, K മാധവൻ നായർ എന്നിവരായിരുന്നു പ്രധാന നേതാക്കൾ. ആരൊക്കെയാ? KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ, K മാധവൻ നായർ എന്നിവരായിരുന്നു തളിക്ഷേത്ര പ്രക്ഷോഭത്തിന്റെ നേതാക്കൾ. തളിക്ഷേത്ര പ്രക്ഷോഭം നടന്നത് 1917 തളിക്ഷേത്രം എവിടെയാണ് എന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തത് പൗരസമത്വവാദ പ്രക്ഷോഭമാണ്. കാലഘട്ടം 1919 മുതൽ 1922 വരെയുള്ള കാലഘട്ടം. പൗരസമത്വവാദ പ്രക്ഷോഭം. തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങൾക്കും ജാതിമത ഭേദമന്യേ സമത്വം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ 1919-22 കാലയളവിൽ സംഘടിപ്പിച്ച പൗരസമത്വവാദ പ്രക്ഷോഭം തിരുവിതാംകൂറിലെ ആദ്യകാല രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. തിരുവിതാംകൂറിലെ ആദ്യകാല രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ ഒന്നായിട്ടുള്ളതാണ് പൗരസമത്വവാദ പ്രക്ഷോഭം 1919-1922. അക്കാലത്ത് ദേവസ്വം ബോർഡ് റവന്യൂ വകുപ്പിന്റെ ഭാഗമായിരുന്നതിനാൽ അഹിന്ദുക്കൾക്കും അവർണ ഹിന്ദുക്കൾക്കും റവന്യൂ വകുപ്പിൽ നിയമനം നൽകിയിരുന്നില്ല. എന്താണ് ആ കാലത്ത് പൗരസമത്വവാദ പ്രക്ഷോഭം നടന്ന കാലത്ത് ദേവസ്വം ബോർഡ് റവന്യൂ വകുപ്പിന്റെ ഭാഗമായിരുന്നതിനാൽ അഹിന്ദുക്കൾക്കും അവർണ ഹിന്ദുക്കൾക്കും റവന്യൂ വകുപ്പിൽ നിയമനം നൽകിയിരുന്നില്ല. ഇതിനെതിരെ ആരൊക്കെയാ? AK ജോൺ, TK മാധവൻ, NV ജോസഫ്. ആരൊക്കെയാ? AJ ജോണ്, TK മാധവൻ, NV ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ 1919 ഒരു പൗരാവകാശ സമിതി രൂപീകരിക്കുകയും 1922 ഏപ്രിലിൽ ഒരു നിവേദനം സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാൾ രാജാവായിരുന്നു പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് എന്ന് പറയുന്നത്. ഇതിനെ തുടർന്ന് ലാൻഡ് റവന്യൂ വകുപ്പിനെ റവന്യൂ, ദേവസ്വം എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചു. ലാൻഡ് റവന്യൂ വകുപ്പിനെ റവന്യൂ വകുപ്പായിട്ടും ദേവസ്വം വകുപ്പായിട്ടും രണ്ടായിട്ട് വിഭജിച്ചിട്ട് പുതിയ റവന്യൂ വകുപ്പിൽ അഹിന്ദുക്കൾക്കും അവർണ ഹിന്ദുക്കൾക്കും നിയമനങ്ങൾ നൽകുകയും ചെയ്തു. അല്ലെ? അന്നപ്പോ റവന്യൂ വകുപ്പ് റവന്യൂ ആയിട്ടും ദേവസ്വം വകുപ്പായിട്ടും രണ്ടായിട്ട് തിരിയാൻ കാരണം ഏത് പ്രക്ഷോഭമാണെന്ന് ചോദിച്ചാൽ പൗരസമത്വവാദ പ്രക്ഷോഭമാണ്. പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു നമ്മൾ പറഞ്ഞു? ശ്രീമൂലം തിരുനാൾ രാജാവായിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. ഓക്കെ അല്ലെ? പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച AK പിള്ളയുടെ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ സ്വരാജ് ആണ്. ഏതാണ്? സ്വരാജ് എന്ന് പറയുന്ന പത്രമാണ് പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച AK പിള്ളയുടെ പത്രം. ക്ലിയർ ആണല്ലോ? അടുത്തത് വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ലഹളയാണ്. വളരെ പ്രധാനമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ലഹളയാണ് മലബാർ ലഹള. ഏതാണ്? മലബാർ ലഹള. ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളോട് അനുബന്ധിച്ചിട്ട് 1921 മലബാറിലെ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ ആരംഭിച്ച മാപ്പിള കലാപങ്ങളായിരുന്നു മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ ലഹള എന്നറിയപ്പെട്ടത്. മലബാർ ലഹള നടന്ന വർഷം 1921. എന്തിനാ നടന്നത്? ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളോടനുബന്ധിച്ച് 1921 മലബാറിലെ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ ആരംഭിച്ച മാപ്പിള കലാപങ്ങളായിരുന്നു മലബാർ ലഹള എന്നറിയപ്പെടുന്നത്. ശക്തമായ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ നേരിടാൻ ഏറനാട്ടിലും വള്ളുവനാട്ടിലും ബ്രിട്ടീഷ് ഗവൺമെന്റ് 144 പ്രഖ്യാപിക്കുകയും പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അല്ലെ? അതായത് ഖിലാഫത്ത് പ്രസ്ഥാനം കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ നേരിടാൻ ഏറനാട്ടിലും വള്ളുവനാട്ടിലും ബ്രിട്ടീഷ് ഗവൺമെന്റ് 144 പ്രഖ്യാപിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് കുപിതരായിട്ടുള്ള മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും സർക്കാർ ഖജനാവുകൾ കൊള്ളയടിക്കുകയും സർക്കാർ ഓഫീസുകൾ നശിപ്പിക്കുകയും ചെയ്തു. അല്ലെ? ലഹളക്കാര് തങ്ങളുടെ പ്രബല കേന്ദ്രങ്ങളായ മലപ്പുറം, തിരൂരങ്ങാടി, മഞ്ചേരി, പിന്നെ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ് അധികാരത്തെ തുടച്ചു നീക്കുന്നതിലും ഒട്ടധികം വിജയിക്കുകയുണ്ടായി. അല്ലെ? ലഹളക്കാരെന്താ ചെയ്ത? മലപ്പുറം,
തിരൂരങ്ങാടി, മഞ്ചേരി, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ് അധികാരത്തെ തുടച്ചു നീക്കുന്നതിന് ഒരു പരിധി വരെ അവരെന്ത് ചെയ്തു, വിജയിക്കുകയുണ്ടായി. കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഓക്കെ അല്ലെ? കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിട്ട് അറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി. ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലെ? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് ആരായിരുന്നു? ആനി ബസന്റ് ആയിരുന്നു. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിലെ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ് ആയിരുന്നു. ക്ലിയർ അല്ലേ? അതിന്റെ കൂടെ തന്നെ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻപുത്തൂർ സീതിക്കോയ തങ്ങൾ, ആലി മുസ്ലിയാർ എന്നീ നേതാക്കളാണ് ഈ മലബാർ ലഹള നയിച്ചത്. ആരൊക്കെയാണ്? വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, പിന്നെ സീതിക്കോയ തങ്ങള്, ആലി മുസ്ലിയാർ എന്നിവരായിരുന്നു മലബാർ ലഹള നയിച്ചത്. ഓക്കെ അല്ലെ? 1921 കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. ആരാണ്? വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് 1921 കലാപത്തില് ഹിന്ദുക്കളുടെ രാജാവാണെന്നും മുസ്ലിങ്ങളുടെ അമീറാണെന്നും ഖിലാഫത്ത് ആർമിയുടെ കേണൽ എങ്ങനെ സ്വയം വിശേഷിപ്പിച്ചത്. ആരാണ്? വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ക്ലിയർ അല്ലേ? 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിത ആരാണെന്ന് ചോദിച്ചാൽ കമ്മത്ത് ചിന്നമ്മയാണ്. ആരാണ്? കമ്മത്ത് ചിന്നമ്മയാണ് 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നേരിട്ട മലയാളി വനിത. കമ്മത്ത് ചിന്നമ്മയാണ്. ക്ലിയർ അല്ലേ? പിന്നീട് പറയുന്ന കാര്യം ശ്രദ്ധിച്ചേ. മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണ്? മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നാണ് മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരൂരങ്ങാടിയാണ്. ഏതാണ്? തിരൂരങ്ങാടിയാണ്. ഏതാണ്? മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം. പൊട്ടിപ്പുറപ്പെട്ടത് തിരൂരിൽ നിന്നാണ്. മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചേ. അടുത്ത പറയുന്നത് എന്താ? പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നതും മലബാർ കലാപമാണ്. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നതും മലബാർ കലാപം അല്ലെങ്കിൽ മലബാർ ലഹളയാണ് എന്നാണ് പറയുന്നത്. മലബാർ കലാപത്തിൽ വധിക്കപ്പെട്ട മലബാറിലെ സബ് കളക്ടർ ആരാണെന്ന് ചോദിച്ചാൽ കനോലി, HV കനോലിയാണ്. ഏതാണ്? മലബാർ കലാപത്തിൽ വധിക്കപ്പെട്ട മലബാറിലെ സബ് കളക്ടർ HV കനോലിയാണ്. ലഹളയില് മൊത്തം 10,000 പേർക്ക് ജീവഹാനി സംഭവിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നു. കോൺഗ്രസ് നേതാക്കളായിരുന്ന MP നാരായണ മേനോൻ, K കേളപ്പൻ, മൊയ്തു മൗലവി, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് എന്നിവർ എന്ത് ചെയ്തു? മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് ശിക്ഷിക്കപ്പെട്ടു. ഓക്കെ അല്ലെ? മലബാറിലെ മാപ്പിള ലഹളയുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രഗത്ഭനായ മലബാറിലെ കളക്ടർ ആരാണ്? വില്യം ലോഗനാണ്. ആരാണ്? വില്യം ലോഗനാണ്. ഓക്കെ അല്ലെ? മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷണം നടത്തിയത് സ്ട്രേഞ്ച് കമ്മീഷനാണ്. TN സ്ട്രേഞ്ച് കമ്മീഷനാണ് മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷണം നടത്തിയത്. TN സ്ട്രേഞ്ച് കമ്മീഷനാണ്. ക്ലിയർ അല്ലേ? മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട ദുരന്ത സംഭവങ്ങളിൽ ഒന്നാണ് 1921 നവംബർ 10 നടന്ന വാഗൺ ട്രാജഡി. മലപ്പുറം ജില്ലയിൽ നടന്ന വാഗൺ ട്രാജഡി, തിരൂരിൽ നടന്ന വാഗൺ ട്രാജഡി. ഓക്കെ അല്ലെ? മലബാർ കലാപം എന്ന കൃതി കെ മാധവൻ നായരുടേതാണ്. മലബാർ കലാപം എന്ന കൃതി കെ മാധവൻ നായരുടേതാണ്. മലബാർ കലാപം 1921 1922 എന്ന കൃതിയുടെ കർത്താവ് M ഗംഗാധരൻ നായരാണ്. മലബാർ കലാപം 1921 1922 എന്ന കൃതിയുടെ കർത്താവ് M ഗംഗാധരൻ നായരാണ്. ക്ലിയർ അല്ലേ? ഖിലാഫത്ത് സ്മരണകൾ എന്ന കൃതി M ബ്രഹ്മദത്തന്റേതാണ് ഖിലാഫത്ത് സ്മരണകൾ എന്ന കൃതി. പിന്നെ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ഏത്? ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ഏത്? ദുരവസ്ഥ എന്ന കൃതി. അതിന് കൂടെ തന്നെ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ്, മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ഉറൂബാണ്. ആരാണ്? ഉറൂബാണ്. മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ഉറൂബാണ്. ക്ലിയർ അല്ലേ? മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ 1921 എന്നാണ് സിനിമയുടെ പേര്. മലബാർ ലഹളയെ കുറിച്ച് പരാമർശിക്കുന്ന
എം.എൻ. റോയിയുടെ കൃതിയാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന കൃതിയിൽ, എം.എൻ. റോയിയുടെ കൃതിയിൽ മലബാർ ലഹളയെ എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. 1921 നടന്ന മറ്റൊരു ലഹളയായിരുന്നു തൃശൂർ ലഹള എന്നറിയപ്പെടുന്നത്. അതായത് 1921 ഫെബ്രുവരി 20 തൃശൂരിൽ പി രാജഗോപാലാചാര്യക്ക് എതിരെ നടന്ന പ്രക്ഷോഭമായിരുന്നു ഏത് തൃശൂർ ലഹള എന്നറിയപ്പെട്ടത്. 1921 തൃശൂർ ലഹള നടന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നീട് നമ്മൾ പറഞ്ഞായിരുന്നു മലബാർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നടന്ന ഏറ്റവും ദുരന്ത സംഭവങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വാഗൺ ട്രാജഡി എന്താണെന്ന് നോക്കാം. വാഗൺ ട്രാജഡി എന്ന് പറയുന്നത് നടന്നത് 1921 അല്ലെ. മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു 1921 നവംബർ 10 നടന്ന വാഗൺ ട്രാജഡി ദുരന്തം. 1921 നവംബർ 10 നടന്ന വാഗൺ ട്രാജഡി ദുരന്തം. മലബാർ കളക്ടറായ തോമസ് ടി.എസ്. ഹിച്ച്കോക്ക്, ASP ആമു എന്നിവരുടെ നേതൃത്വത്തിൽ ലഹളയുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. മലബാറിലെ ജയിലുകൾ തടവുകാരെ കൊണ്ട് നിറഞ്ഞപ്പോൾ വിപ്ലവകാരികളെ വിദൂര സ്ഥലങ്ങളിലെ ജയിലുകളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. 90 പരം തടവുകാരെ MSLV 1711 എന്ന റെയിൽവേ ഗുഡ് വാഗണിൽ കുത്തി നിറച്ച് തിരൂരിൽ നിന്നും ബെല്ലാരി ജയിലിലേക്ക് അയച്ചു. പോത്തന്നൂരിൽ വെച്ച് വാഗൺ തുറന്നു നോക്കിയപ്പോൾ 90 പേരിൽ 64 പേര് ശ്വാസം മുട്ടി മരണമടഞ്ഞു. പിന്നീട് 8 പേർ കോയമ്പത്തൂർ ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞു. ഈ സംഭവമാണ് എന്ത് എന്നറിയപ്പെടുന്നത്, വാഗൺ ട്രാജഡി ദുരന്തം എന്ന് അറിയപ്പെടുന്നത്. ഈ വാഗൺ ട്രാജഡി ദുരന്തത്തിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിളിക്കുന്നു. പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിളിക്കുന്ന സംഭവം ഏതാണ് എന്ന് ചോദിച്ചാൽ വാഗൺ ട്രാജഡി സംഭവമാണ്. ഇങ്ങനെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വാഗൺ ട്രാജഡിയെ വിളിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സുമിത് സർക്കാരാണ് അങ്ങനെ വിളിച്ചത്. സുമിത് സർക്കാരാണ് പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വാഗൺ ട്രാജഡിയെ വിളിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിക്കുവാൻ മദ്രാസ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നേപ്പ് കമ്മീഷൻ. നേപ്പ് കമ്മീഷനാണ് വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിക്കുവാൻ മദ്രാസ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ നേപ്പ് കമ്മീഷൻ. ഈ ദുരന്തത്തിലെ രക്തസാക്ഷികളുടെ സ്മരണയ്ക്കായി തിരൂർ നഗരസഭ, മലപ്പുറം ജില്ലയിലെ തിരൂർ നഗരസഭ ടൗൺ ഹാൾ MSLV 1711 വാഗണിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നോക്കിക്കേ, വാഗൺ ട്രാജഡി മെമ്മോറിയൽ ടൗൺ ഹാൾ തിരൂര് 1711, MSLV 1711 എന്നുള്ളതായിരുന്നു ആ വാഗണിന്റെ പേര്. ഇങ്ങനെ എന്താണ്, ഒരു വാഗണിൽ 90-ലധികം ആൾക്കാരെ കുത്തിനിറച്ച് അതിൽ 64 പേർ ശ്വാസം മുട്ടി മരണമടഞ്ഞ സംഭവമാണ് ഏത് സംഭവം എന്നറിയപ്പെടുന്നത്, വാഗൺ ട്രാജഡി ദുരന്തം എന്നറിയപ്പെടുന്നത്. എന്നാണ് നടന്നത് എന്ന് ചോദിച്ചാൽ 1921 നവംബർ 10 സംഭവം നടന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തതും വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഏതാണ് സംഭവം, വൈക്കം സത്യാഗ്രഹം. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം എന്നാണ് നമ്മൾ പറയുന്നത്. 1924 മുതൽ 1925 വരെ നടന്നതാണ് വൈക്കം സത്യാഗ്രഹം. അയിത്തോച്ചാടനത്തിനെതിരെ കേരളത്തിൽ അരങ്ങേറിയ ആദ്യത്തെ ഐതിഹാസിക സത്യാഗ്രഹ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം അല്ലെങ്കിൽ വൈക്കത്തേത് എന്ന് പറയുന്നത്. മഹാറാണി സേതുലക്ഷ്മിഭായിയുടെ ഭരണകാലത്താണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ അവർണ ഹിന്ദുക്കൾക്ക് കൂടി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നായിരുന്നു സമരത്തിന്റെ ലക്ഷ്യം. ഓക്കെ അല്ലേ? ടി കെ മാധവനായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ്. ടി കെ മാധവൻ, കെ കേളപ്പൻ, പിന്നെ മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, CV കുഞ്ഞിരാമൻ, KP കേശവ മേനോൻ, TR കൃഷ്ണസ്വാമി അയ്യര്, ജോർജ് ജോസഫ്, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, EV രാമസ്വാമി നായ്ക്കർ തുടങ്ങിയ സമുന്നത നേതാക്കളായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. മനസ്സിലായല്ലോ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 10 ദിവസം നിരാഹാര സമരം നടത്തിയത് കേരള ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? കെ കേളപ്പനാണ്. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് 10 ദിവസം നിരാഹാര സമരം നടത്തിയത് ആരാണ്? കെ കേളപ്പനാണ്. എന്നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്? 1924 മാർച്ച് 30 1924 മാർച്ച് 30 ആരംഭിച്ചത്.
1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ ഇവരായിരുന്നു സത്യാഗ്രഹം ആരംഭിച്ചത്. അവര് ശരിക്കും പറഞ്ഞാൽ പുലയ, ഈഴവ, നായർ സമുദായത്തിലെ നേതാക്കളായിരുന്നു. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നിവരാണ് ആരംഭിച്ചത്. ക്ലിയർ അല്ലേ? കേരളത്തിലെ ഐത്തോച്ചാടന കമ്മിറ്റിയുടെ കൺവീനർ ആരാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? കേളപ്പനായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട മഹാസംഭവമായിരുന്നു. ഒരു മിക്ക PSC എക്സാമുകൾക്കും കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ് സവർണ ജാഥ ഏത് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സവർണ ജാഥ നയിച്ചത് ആരായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മഹാസംഭവമായിരുന്നു എന്നുള്ളതാണ് എന്ന് പറയുന്നു. മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ജാഥ അംഗങ്ങൾ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്ത് ചെന്ന് മഹാറാണിയെ സന്ദർശിച്ച് തങ്ങളുടെ ആവശ്യം ബോധിപ്പിച്ചു. ഏതാണ് ജാഥ? സവർണ ജാഥ. എം ഇ നായിഡു, പെരുമാൾ പിള്ളൈ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മറ്റൊരു ജാഥ നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുകയുണ്ടായി. ഏതിന്റെ ഭാഗമായിട്ട്? വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട്. 1924 മാർച്ച് 30 ആരംഭിച്ച സമരം 1925 നവംബർ 23 വരെ 603 ദിവസങ്ങൾ നീണ്ടുനിന്നു. വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത് 603 ദിവസങ്ങളാണ്. 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെ 603 ദിവസങ്ങൾ നീണ്ടുനിന്നു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഗാന്ധിജിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനം. അതെന്നായിരുന്നു? 1925 മാർച്ച് 8 ഒടുവില് ഗാന്ധിജി മഹാറാണിയുമായി നടത്തിയ ചർച്ചയിലൂടെ സമരം ലക്ഷ്യം കണ്ടു. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളും 1925 നവംബർ 23 അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് റാണി സേതുലക്ഷ്മി ഭായിയും ആയിരുന്നു. ഒന്നുകൂടെ പറയാം. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിൽ ഭരണാധികാരി ശ്രീമൂലം തിരുനാളും വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് റാണി സേതുലക്ഷ്മി ഭായിയും ആയിരുന്നു. ക്ലിയർ അല്ലേ? 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ ആരൊക്കെയായിരുന്നു? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നിവരായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? പിന്നീട് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം എന്താണ്? 1925 ഒക്ടോബർ 2 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് അന്നത്തെ പോലീസ് മേധാവിയായിരുന്ന WH പിറ്റും ഗാന്ധിജിയും തമ്മിൽ ഉണ്ടാക്കിയ ഗാന്ധി പിറ്റ് സന്ധി പ്രകാരം വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചു. വൈക്കം സത്യാഗ്രഹം അവസാനിക്കാൻ ഉണ്ടായ സന്ധി എന്ന് പറയുന്നത് ഗാന്ധി പിറ്റ് സന്ധി എന്നാണ് അറിയപ്പെടുന്നത്. 1925 ഒക്ടോബർ 2 ഗാന്ധി പിറ്റ് സന്ധി ഉണ്ടായത്. ഓക്കെ അല്ലേ? ആരാണ് ഈ പിറ്റ് എന്ന് പറയുന്നത്? അന്നത്തെ പോലീസ് മേധാവിയായിരുന്നു WH പിറ്റ്. അദ്ദേഹവും ഗാന്ധിജിയും തമ്മിൽ ഉണ്ടാക്കിയ സന്ധിയായിരുന്നു ഗാന്ധി പിറ്റ് സന്ധി എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ഫലമായിട്ടാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നീട് പറയുന്ന കാര്യം എന്താ? വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കുവാൻ 1925 നവംബർ 23 തീരുമാനമുണ്ടായി. എന്താണ്? 1925 നവംബർ 3 വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കുവാൻ തീരുമാനമുണ്ടായി. 20 മാസക്കാലം നീണ്ടുനിന്ന സത്യാഗ്രഹം വിജയകരമായി സമാപിക്കുകയും തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് 1928 രാജ്ഞിയുടെ വിളംബരം ഉണ്ടാവുകയും ചെയ്തു. ക്ലിയർ അല്ലേ? ഗാന്ധിജി പങ്കെടുത്ത കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാലും പറയാൻ പറ്റണം വൈക്കം സത്യാഗ്രഹം എന്ന് പറയണം. ഓക്കെ അല്ലേ? വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്ത ഗാന്ധിജിയുടെ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ യങ് ഇന്ത്യയാണ്. വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്ത ഗാന്ധിജിയുടെ പത്രം ഏതാണ്? യങ് ഇന്ത്യയാണ്. ഏതാണ്? യങ് ഇന്ത്യയാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ വനിതകളുടെ സമരത്തെ നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നാഗമ്മയാണ്. വൈക്കം സത്യാഗ്രഹത്തില് വനിതകളുടെ സമരത്തെ നയിച്ചത് ആരാണ്? നാഗമ്മയാണ്. ആരാണ്? നാഗമ്മയാണ്. ക്ലിയർ അല്ലേ? വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ മഠമാണ് വെല്ലൂർ മഠം. അതെവിടെയാണ്? വൈക്കത്താണ്. വെല്ലൂർ മഠമാണ് ആ സമയത്ത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ആശ്രമമായിട്ട് ഉപയോഗിച്ചത്. വെല്ലൂർ മഠം, വൈക്കം. വൈക്കം സത്യാഗ്രഹം ക്യാമ്പ് സന്ദർശിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? ശ്രീനാരായണ ഗുരു. ഓക്കെ അല്ലേ? ഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് സത്യവ്രത സ്വാമി. ആരാണ്? സത്യവ്രത സ്വാമിയും ശ്രീനാരായണ ഗുരുവും വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച സാമൂഹിക പരിഷ്കർത്താക്കളാണ്. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാണ് ആര്?
വിനോബ ഭാവെ. ആരാണ്? വിനോബ ഭാവെ. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വിനോബ ഭാവെയാണ്. ആരാണ്? വിനോബ ഭാവെയാണ്. ക്ലിയർ അല്ലേ? വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂറിലെ ദിവാൻ ടി രാഘവയ്യായിരുന്നു. ടി രാഘവയ്യായിരുന്നു വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച നേതാവാണ് ആര്? കെ പി കേശവമേനോൻ. ആരാണ്? കെ പി കേശവമേനോൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച നേതാവാണ് കെ പി കേശവമേനോൻ. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവ് ആരായിരുന്നു? ലാൽ സിംഗ് ആയിരുന്നു. ലാൽ സിംഗ്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവാണ് ആര്? ലാൽ സിംഗ്. നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച ആരാണെന്ന് ചോദിച്ചാൽ M.E. നായിഡു ആണ്. M.E. നായിഡു. നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നാഗർകോവിൽ നായിഡു. ഓക്കെ അല്ലേ? പാലക്കാട്ടെ കൽപ്പാത്തി റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാൻ നടന്ന കൽപ്പാത്തി സമരവും ഇതേ കാലയളവിലായിരുന്നു. 1925 ഏതാണ്? കൽപ്പാത്തി സമരവും നടന്നിരുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ ഒരാളെ കുറിച്ച് നമ്മൾ പരിചയപ്പെടണം. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ കുറിച്ച് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. ആരാണ്? രാമസ്വാമി നായ്ക്കർ. ആരാണ്? രാമസ്വാമി നായ്ക്കർ. വൈക്കം വീരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? E.V. രാമസ്വാമി നായ്ക്കർ ആണ്. ആരാണ്? വൈക്കം വീരൻ എന്നറിയപ്പെടുന്നത് E.V. രാമസ്വാമി നായ്ക്കർ ആണ്. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കളായിരുന്നു ഗാന്ധിജിയും E.V. രാമസ്വാമി നായ്ക്കരും. ദേശീയ നേതാവാണ് E.V. രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ച നേതാവാണ് E.V. രാമസ്വാമി നായ്ക്കർ. മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച നേതാവാണ് E.V. രാമസ്വാമി നായ്ക്കർ. പുരട്ചി, വിടുതലൈ എന്നീ വാരികകളുടെ സ്ഥാപകനാണ് E.V. രാമസ്വാമി നായ്ക്കർ. 1933 ഏതാണ്? പുരട്ചിയും 1937 വിടുതലൈ എന്നീ വാരികകളുടെ സ്ഥാപകനാണ് E.V. രാമസ്വാമി നായ്ക്കർ. വൈക്കം വീരൻ എന്നറിയപ്പെടുന്ന E.V. രാമസ്വാമി നായ്ക്കർ. E.V. രാമസ്വാമി നായ്ക്കരുടെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വൈക്കത്താണ് സ്ഥിതി ചെയ്യുന്നത്. E.V. രാമസ്വാമി നായ്ക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വൈക്കത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത സത്യാഗ്രഹം ഏതാണ്? ശുചീന്ദ്രം സത്യാഗ്രഹം 1926. ശുചീന്ദ്രം സത്യാഗ്രഹം 1926. ശുചീന്ദ്രത്തെ താണുമലയൻ ക്ഷേത്രത്തിൽ നടക്കുന്ന ദുരാചാരങ്ങളെ കുറിച്ചും അവർണർക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ട് സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ എടുത്തു മാറ്റുന്നതിനെ സംബന്ധിച്ചും ശ്രീമൂലം അസംബ്ലിയിൽ എൻ കുമാരൻ നടത്തിയ പ്രസംഗം ചരിത്രരേഖയായിട്ടാണ് പറയുന്നത്. ഈ ശുചീന്ദ്രം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രരേഖയായിട്ട് പറയുന്നത് എൻ കുമാരൻ നടത്തിയ പ്രസംഗമാണ്. പിന്നീട് ശുചീന്ദ്രം ക്ഷേത്രത്തിലും ചുറ്റുപാതകളിലും അവർണ ജാതിയിൽപ്പെട്ടവർക്ക് പ്രവേശനം ആവശ്യപ്പെട്ട് 1926 രണ്ടാം ഘട്ടമായി 1930 പ്രക്ഷോഭങ്ങൾ നടക്കുകയുണ്ടായി. M. സുബ്രഹ്മണ്യപിള്ള, M.E. നായിഡു, പെരുമാൾ പണിക്കർ, ഗാന്ധിദാസ് തുടങ്ങിയവരായിരുന്നു നേതാക്കൾ. ആരൊക്കെ? M. സുബ്രഹ്മണ്യപിള്ള, M.E. നായിഡു, പെരുമാൾ പണിക്കർ, ഗാന്ധിദാസ് തുടങ്ങിയവരായിരുന്നു നേതാക്കൾ. ക്ലിയർ അല്ലേ? ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? മുത്തുസ്വാമി ആയിരുന്നു. ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ മുത്തുസ്വാമി ആയിരുന്നു. ഗാന്ധിദാസ് എന്നറിയപ്പെട്ടത് ആരാണ്? C. മുത്തുസ്വാമിയാണ്. എന്താണ്? ഗാന്ധിദാസ് എന്നറിയപ്പെട്ടത് C. മുത്തുസ്വാമിയാണ്. ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? M.E. നായിഡു ആയിരുന്നു. ആരാണ്? M.E. നായിഡു ആയിരുന്നു ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി. M.E. നായിഡു. ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് M. സുബ്രഹ്മണ്യപിള്ളയായിരുന്നു. M. സുബ്രഹ്മണ്യപിള്ളയായിരുന്നു ശുചീന്ദ്ര സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ട്രഷറർ H. പെരുമാൾ പണിക്കർ ആയിരുന്നു. ട്രഷറർ H. പെരുമാൾ പണിക്കർ ആയിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പിന്നീട് പറയുന്ന കാര്യം ശ്രദ്ധിച്ചേ. 1925 മാർച്ച് 14 നാഗർകോവിൽ സന്ദർശിച്ച് ഗാന്ധിജി നടത്തിയ പ്രസംഗം ശുചീന്ദ്രം സമരഭടന്മാർക്ക് ആവേശമായി. തുടർന്ന് നായിഡുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം 1926 ജനുവരി 29 മുതൽ സത്യാഗ്രഹത്തിന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. 1927 ഒക്ടോബർ 8 നാഗർകോവിലെത്തിയ ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് പിന്നാക്കക്കാരെ ക്ഷേത്രപാതകളിൽ പ്രവേശിക്കാൻ അനുവദിക്കാമെന്ന് ദിവാൻ ഉറപ്പു നൽകുകയാണ് ചെയ്തത്. ഇത് പാലിക്കാത്തതിനെ തുടർന്ന് 1930 മെയ് 12 രണ്ടാം ഘട്ട സത്യാഗ്രഹം ആരംഭിച്ചു. 1930 മെയ് 12
1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ അധികാരികളെ പ്രേരിപ്പിക്കുന്നതിൽ ഈ സത്യാഗ്രഹത്തിന് വളരെയധികം പങ്കുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഏതാണ്? ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് പങ്കുണ്ട് എന്ന് പറയുന്നു. എന്തിനാണ് പങ്ക്? അതായത് ക്ഷേത്രത്തിൽ എല്ലാവരെയും പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഏതാണ്? ശുചീന്ദ്രം സത്യാഗ്രഹവും എന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ശുചീന്ദ്ര സത്യാഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞു, പിന്നെ വൈക്കം സത്യാഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞു, മലബാർ കലാപവും വാഗൺ ട്രാജഡിയെ കുറിച്ചും പറഞ്ഞു, സമത്വവാദ പ്രക്ഷോഭത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം.